ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ SBI കാർഡ് റിലയൻസ് ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം SBI കാർഡ്സ് റിലയൻസ് റീറ്റെയിലായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇറക്കിക്കുന്ന പുതിയ കാർഡായിരുന്നു നമ്മുടെ റിലയൻസ് SBI ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ നിങ്ങളോട് ഓൾറെഡി ഒരു SBI കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ സാധനം കിട്ടും. പക്ഷേ നിങ്ങളുടെ റിലയൻസ് എന്ന പ്രൊഡക്ട്സുകൾ സാധനം നിങ്ങൾ റിലയൻസുകളുടെ ഷോപ്പിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നും ഓഫ്ലൈൻ ഷോപ്പുകളിൽ നിന്നൊക്കെ നിങ്ങൾ അത്യാവശ്യം പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ ക്രെഡിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നല്ല ഗുണം കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഇത് ആക്ച്വലി ഒരു എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡാണ്. 449 രൂപ പ്ലസ് GST ആനുവൽ ചാർജും ജോയിൻ ചാർജും വരുന്ന ഒരു എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡാണ്. ഷോപ്പിംഗ് കാറ്റഗറിയിൽ വരുന്ന ഒരു കാർഡാണ്. റിവാർഡ് ടൈപ്പ് എന്ന് പറയുന്നത് റിവാർഡ് പോയിന്റ്സുകളാണ്. നമുക്ക് വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് റിലയൻസിൻ്റെ റീറ്റെയിൽ വോച്ചർ വർത്ത് ₹500 കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസ്കൗണ്ട് വോച്ചേഴ്സ് 3200 രൂപയുടെ ഡിസ്കൗണ്ട് വോച്ചേഴ്സും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ റിവാർഡ് ആൻഡ് ബെനിഫിറ്റ്സിൻ്റെ കാര്യം പറയാം. അതായത് നമുക്ക് മൂവി ആൻഡ് ഡൈനിങ്ങിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 5 റിവാർഡ് പോയിന്റ് ആണ് ഓൺ എവരി ₹100 സ്പെൻഡ്. അതുപോലെ തന്നെ റിവാർഡ് റേറ്റ് നോർമൽ നോക്കുകയാണെങ്കിൽ നമുക്ക് റിലയൻസ് റീറ്റെയിൽ സ്റ്റോറിലൊക്കെ ആണെങ്കിൽ 5 റിവാർഡ് പോയിന്റ് ആണ്. ഡൈനിങ് മൂവീസിനും 5 റിവാർഡ് പോയിന്റ് ആണ് ₹100 സ്പെൻഡ് ചെയ്യുമ്പോൾ. ബാക്കി എല്ലാ അതർ റീറ്റെയിൽ പർച്ചേസിനും നമുക്ക് 1 റിവാർഡ് പോയിന്റ് ആണ് പെർ ₹100 സ്പെൻഡ് കേട്ടോ. അതുപോലെ തന്നെ ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 0.35 പൈസയാണ്. നമുക്ക് ട്രാവൽ ബെനിഫിറ്റോ ഡൊമസ്റ്റിക് ലോഞ്ചേഴ്സോ ഇന്റർനാഷണൽ ലോഞ്ചേഴ്സോ ഗോൾഫ് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഇൻഷുറൻസ് ബെനിഫിറ്റും സംഭവമൊന്നുമില്ല. അപ്പോൾ ഒരു ബേസിക് കാർഡാണ്, ബേസിക് ഷോപ്പിംഗ് കാറ്റഗറി കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ₹1,00,000 സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആനുവൽ ഫീ വേവ് ഓഫ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിവാർഡ് റിഡംഷൻ ഫീസ് നമുക്ക് വരുന്നുണ്ട് ₹99. അത് ഒരു ബോർ പരിപാടിയാണ്. ഫോറിൻ കറൻസി മാർക്കപ്പ് ചാർജ് 3.5% അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 3.5% തന്നെയാണ് പെർ മന്ത്. നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഡ്യൂ ഡേറ്റ് മിസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് സംഭവമൊന്നുമില്ല കേട്ടോ. ഫ്യൂവൽ സർചാർജ് വേവ് ഓഫ് എന്ന് പറയുന്നത് 1% ആണ്. അതായത് നിങ്ങൾ 500-ൻ്റെയും 4,000-ൻ്റെ രൂപയിൽ ഇടയിൽ അടിക്കുമ്പോൾ കേട്ടോ. പിന്നെ ക്യാഷ് അഡ്വാൻസ് ചാർജ് എന്ന് പറയുന്നത് മിനിമം ₹500 അല്ലെങ്കിൽ 2.5%, അതായത് നിങ്ങൾ ATM ഉപയോഗിക്കുമ്പോൾ കേട്ടോ. പിന്നെ ഒരു ഓവറോൾ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡെന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് ഇനി എന്തായാലും ഇതിൻ്റെ പ്രോസും കോൺസിലേക്ക് പോകാം. പ്രോസ് ആണെങ്കിൽ നമുക്ക് ഈ കാർഡിൻ്റെ കൂടെ നമുക്ക് 5 റിവാർഡ് പോയിന്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതും എവരി ₹100 സ്പെൻഡ് ഓൺ റിലയൻസ് റീറ്റെയിൽ പർച്ചേസ്. അതുപോലെ തന്നെ മൂവീസും ഡൈനിങ്സും സംഭവമൊക്കെ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ജോയിനിങ് ഫീസ് ₹500 താഴെയാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു കാർഡെന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ കോണാണെങ്കിൽ നമുക്ക് ഒരു എൻട്രി ലെവൽ കാർഡ് ആയതുകൊണ്ട് തന്നെ ഒരു മിനിമം ഒരു അറ്റ്ലീസ്റ്റ് ഒരു ലോഞ്ചേഴ്സ് സംഭവങ്ങളൊക്കെ തരായിരുന്നു. അതെന്തായാലും ഇതിൽ ലോഞ്ചേഴ്സ് സംഭവം ഇതിലില്ല. അതുപോലെ തന്നെ റിലയൻസ് SBI കാർഡ് എന്ന് പറയുന്നത് മെയിൻലി ബെനിഫിഷ്യൽ ടു ദ കസ്റ്റമർ ഹു മേക്ക് റെഗുലർ പർച്ചേസ്. അതായത് റിലയൻസ് സ്റ്റോറിൽ കൂടെ മെയിൻലി പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ അതൊരു കോണാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊരു കോർപ്പറേറ്റ് കാർഡാണ്. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് ഓവറോൾ നമ്മുടെ റിലയൻസ് SBI കാർഡിൻ്റെ ഒരു എന്താ പറയുക ഒരു ഓവർവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇത് അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ സെറ്റപ്പിൻ്റെ റെഫറിൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിലയൻസുകളുടെ റീറ്റെയിൽ സ്റ്റോറിൽ കൂടെ ഓൺലൈൻ സ്റ്റോറിൽ കൂടെ നിങ്ങൾ പർച്ചേസ് പോലെ അത്യാവശ്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കാർഡ് തന്നെയാണ്. നമ്മുടെ ആമസോൺ ICICI കാർഡ് പോലെ തന്നെ നിങ്ങൾ അത്യാവശ്യം റെഗുലറായിട്ട് ആമസോണിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ അത് നല്ലൊരു കാർഡാണ്. അതുപോലെ തന്നെ ഇപ്പോൾ റിലയൻസിന് ഇഷ്ടംപോലെ സ്റ്റോറുണ്ടല്ലോ, ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ. റിലയൻസ് ജിയോ സ്റ്റോർ ഉണ്ട്, അങ്ങനത്തെ കുറേ സംഭവമുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല ബെനിഫിഷ്യൽ ആയിട്ട് ഒരു ₹100 രൂപമേ ഒരു 5 റിവാർഡ് പോയിന്റ് കിട്ടുന്ന പറയുമ്പോൾ നല്ല കാര്യം തന്നെയാണ്. അതായത് ഒരു റിവാർഡ് പോയിന്റ് പറയുന്നത് 0.25 പൈസയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു 1.25 പൈസ ₹100 സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ നോക്കാൻ മറക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെഫറൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസും കാണാത്തൊരു പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക.